തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം സഹപ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ CPIയുടെ നേതാവ് സുലോചനൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് ശിവൻകുട്ടിക്കല്ല രാജീവ് ചന്ദ്രശേഖരനാണ് എന്ന് പറഞ്ഞു വന്ന സന്ദേശവും, അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ സുലോചനെ പുറത്താക്കാൻ CPI എടുത്ത തീരുമാനമൊക്കെ ഒരുപാട് സംശയങ്ങൾക്ക് പിട നൽകുകയാണ്. ഈ ഡീലിനെ കുറിച്ച് UDF നേതാക്കന്മാർ എത്രയോ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കാലത്ത് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി ഞാൻ ഈ ഡീലിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അന്ന് CPM പറഞ്ഞത് UDF സ്ഥാനാർത്ഥി തോൽവി ഭയന്ന് മുൻകൂർ ജാമ്യം എടുക്കാനാണ്. പക്ഷെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പൊ ബോധ്യമായില്ല. വട്ടിയൂർക്കാവിലെ ഏറ്റില്ല, പക്ഷെ അത് നിയമത്തെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തിയത്. ഇത് ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ കാലത്തെ ഡീലുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചാലവാടിൽ എന്നോട് പല ന്യൂനപക്ഷ സംഘടനകളും പറഞ്ഞത് നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കും, അതുകൊണ്ട് ഞങ്ങളിവിടെ ഇടതുപക്ഷത്തിനെ സഹായിക്കുകയാണ്. പക്ഷെ ഇടതുപക്ഷത്തിനെ അവരൊക്കെ സഹായിച്ചു, പക്ഷെ CPMമാർ BJPനെ സഹായിച്ചു. അങ്ങനെ ചാലവാടിൽ BJP ജയിച്ചു. ഏതാണ്ട് സമാനമാണ് അമ്പലത്തറയിലുണ്ടായത്. എന്നോട് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഷീജയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചിലരുടെ യോഗം വിളിച്ചു. ആരാന്ന് ഞാൻ പറയുന്നില്ല. ഷീജയെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഷീജയ്ക്ക് വോട്ട് ചെയ്താൽ സിമി ജ്യോതിഷ് ജയിക്കും, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാന്ന് ഓർത്തില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് സിമി ജ്യോതിഷ് തോറ്റോ? എന്തുകൊണ്ടാണ് തോൽക്കാൻ? അവരെന്താ തോൽക്കാതിരിക്കാൻ കാരണം? ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിച്ച് CPIക്ക് വോട്ട് ചെയ്യും, CPMമാർ BJPക്ക് വോട്ട് ചെയ്യും. ഇപ്പൊ ചാലയിലും അമ്പലത്തറയിലൊക്കെ ഉണ്ടായ ഒരു പൊതു സ്വഭാവമാണ്. അതിന്റെ ആവർത്തനമാണ് ഇത്തവണ ഉണ്ടായത്. അതിൽ ഒരു അത്ഭുതവുമില്ല. ഇപ്പൊ തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ നിയോജകമണ്ഡലം, അവിടെ കഴിഞ്ഞ തവണ ജയിച്ച MLA എന്തുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് സ്ത്രീകളിലോട്ട് ഞാൻ പറയുന്നില്ല. എന്തായിരുന്നു തൊണ്ടി മുതൽ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാൽ പറയാൻ പറ്റുന്ന ഭാഷയാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന തന്നെയാണെങ്കിലും അത് എങ്ങനെ ദുരുപയോഗം ചെയ്തുള്ളതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും അതിന്റെ പേരിൽ MLA ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടപ്പോൾ അവിടെ മത്സരിച്ച ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ സുധീർ കരമന, ഞാൻ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല, അദ്ദേഹം നല്ലൊരു സിനിമാ നടനാണ്, ഒരു അടിയുറച്ച ഇടതുപക്ഷക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ നിലപാടിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഉറച്ച CPMകാരനായ സുധീർ കരമനെ എന്തിനാണ് അവിടെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ നിർത്തിയത്? എന്തുകൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിർത്താൻ പറ്റിയ സീനിയർ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ലേ? മുൻ സ്പീക്കർ വിജയകുമാർ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ മുൻ മേയർ ശ്രീകുമാർ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പേട്ട കൗൺസിലർ ഉണ്ടായിരുന്നല്ലോ, ദീപക് ഉണ്ടായിരുന്നല്ലോ. ഇവരെയൊക്കെ മാറ്റി നിർത്തി സുധീർ കരമനെ എന്തിനാണ് ഒരു സ്വതന്ത്ര ചിഹ്നത്തിലൂടെ മത്സരിപ്പിച്ചത്? അത് കരമന ചെയ്യാനെ സഹായിക്കാനായിരുന്നില്ല, അല്ലാന്ന് പറയാൻ പറ്റും. ഇത്രയും നേതാക്കന്മാർ തലസ്ഥാനത്ത് ഈ സിറ്റിയിലുള്ളപ്പോൾ ഒരാസ്ഥാനത്ത് എന്തുകൊണ്ട് ഒരു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കി? അപ്പൊ ഇതെല്ലാം പല ഡീലിന്റെയും ഭാഗമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച ഡീല് ഇപ്പോഴും അഭംഗുരം തുടരുകയാണ്. ഇത് പലയിടത്തും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മൊത്തത്തിൽ ഇത്തവണ ന്യൂനപക്ഷങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. 2 തവണ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഇത്തവണ UDFനോടൊപ്പം വന്നിട്ടുണ്ട്, വട്ടിയൂർക്കാവ് ഉൾപ്പെടെ. പക്ഷെ നിയമത്ത് പൂർണ്ണമായിട്ട് വന്നോ എന്നുള്ള ഞാൻ 4-ാം തീയതി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഈ BJPയെ തോൽപ്പിക്കാൻ ഇന്ത്യയിലുള്ള ഒരേ ഒരു ശക്തി എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. CPM എന്ന് പറഞ്ഞാൽ BJPയുടെ കേരളത്തിലെ B ടീമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദി
അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ എല്ലായിടത്തും രാഹുൽ ഗാന്ധി അതിനിശ്ചിതമായി ഞാൻ വിമർശിച്ചു. എന്നാൽ കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നെ തോൽപ്പിച്ചു. കാരണം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ആ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും മോശമായി പറഞ്ഞത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. നിങ്ങൾ ഇത്തവണ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇലക്ഷൻ 9 തീയതി കഴിഞ്ഞു. ബംഗാളിൽ 23 തീയതി ഇലക്ഷൻ ഉണ്ട്. കഴിഞ്ഞ 2 തവണയും പിണറായി വിജയൻ ബംഗാളിൽ പോകാതിരിക്കാൻ പറഞ്ഞ കാരണം അവിടെ കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടെന്ന്. ഇത്തവണ അവിടുത്തെ കോൺഗ്രസുകാർ പറഞ്ഞു ഇവരുമായിട്ടുള്ള സഖ്യം വേണ്ട, ഇവരുമായിട്ട് സഖ്യം എന്നാൽ വട്ടപൂജ്യമായിരിക്കും. ഇവരുമായിട്ട് സഖ്യത്തിൽ വട്ടപൂജ്യം നേടുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിന്നിട്ട് വട്ടപൂജ്യം നേടുന്ന. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു 10ഓളം സീറ്റ് കോൺഗ്രസ് ജയിക്കുന്നതാണ് അവിടെ നിന്നുള്ള വിവരം. കാരണം 35 വർഷം ചെയ്ത ദ്രോഹം ഇന്നും ബംഗാളിലെ ജനത പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി കോൺഗ്രസിനെയും BJPയെയും തൃണമൂലിനെയും നേരിട്ടുകൊണ്ട് അവിടെ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ ബംഗാളിൽ പോയില്ല? ഞാൻ തമിഴ്നാടിന് ചോദിക്കുന്നില്ല, കാരണം തമിഴ്നാട് കോൺഗ്രസ് ഉണ്ടല്ലോ സഖ്യത്തിൽ. എന്തുകൊണ്ട് ബംഗാളിൽ പോയില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു കാലത്ത് ആസ്ഥാനമായിരുന്ന കൽക്കട്ടയിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? നിങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചാൽ നരേന്ദ്രമോദിക്ക് എന്തു തോന്നും? കാരണം നരേന്ദ്രമോദിയുടെ ലക്ഷ്യം അവിടെ മമതേനെ താഴെയിറക്കലാണല്ലോ, അവിടെ അധികാരം പിടിച്ചെടുക്കലാണല്ലോ. അങ്ങനെ വരുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ചെന്നാൽ മോഡിക്ക് വല്ലതും തോന്നിയെങ്കിലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെ പോയില്ല. എന്നിട്ട് ഒരു നാണവും കൂടാതെ പ്രസംഗിക്കുകയാണ്, BJPയെ നേരിടാൻ ഞങ്ങളേ ഉള്ളൂ. ഞാൻ ശ്രീ പിണറായിയോട് ചോദിക്കട്ടെ, ഇന്നലത്തെ ലോക്സഭയുടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നിങ്ങൾ കണ്ടോ? നരേന്ദ്രമോദിയുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളൊരു ജാലവിദ്യക്കാരനാണ് എന്ന് പറയാൻ ചങ്കൂറ്റം ശ്രീ രാഹുൽ ഗാന്ധിക്ക് അല്ലാണ്ട് ആർക്കാണ്? പിണറായി വിജയൻ ഇവിടെ നിന്ന് അമ്പലത്തറ ജംഗ്ഷന് വീരവാദം മുഴക്കും. മോഡിയെ കണ്ടാൽ ഇത്ര അനുസരണമുള്ള കുട്ടിയെ വേറെയില്ല.